ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ, എന്താ വിഷയം? Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. അമ്മച്ചി പറഞ്ഞ അതിന്റെ ശരി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. So I'm mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest and double your money. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളൂ. ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളൂ. ഈ ഹെലനോസ് പാട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ടല്ലോ, ഭയങ്കര വിറ്റാണ്. ഒന്നുമില്ല, ഓൻ വെറുതെ പറയാ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പുള്ളിക്കാരിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അവര് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു 150 രൂപ ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. അപ്പൊ ഇവരിൽ ഒരു 5-6 ആൾക്കാർ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യും. കാര്യം ഞങ്ങൾ ആരുടെ നോക്കി പറയും, പിന്നല്ലാതെ. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ 150 രൂപ ആരാണോ അടിച്ചു മാറ്റിയത് അയാള് വല്ല പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കെതിരെ എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടുന്നില്ല? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അതേപോലെ തന്നെ പോലീസ് വളരെ കഴിവട്ടവരാണെന്ന് എനിക്ക് തോന്നിയത് ഈ പുള്ളിക്കാരി ഇടപെട്ട് സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു തട്ടിപ്പിന്റെ നേരെ അവർ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ്. എന്റെ സമയദോഷം. പറഞ്ഞോളൂ. ഈ പണം ഇരട്ടിപ്പുകാർക്ക് ദല്ലാളുമാരായി പ്രവർത്തിച്ച ഈ ഹെലനോസ് പാട്ടയെ പോലുള്ള ആളുകളെ പിടിക്കാറില്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. 2-3 വർഷങ്ങൾക്കിടയിൽ ചെയ്ത എല്ലാ ഇതുപോലുള്ള തട്ടിപ്പിന്റെ വീഡിയോയിലും ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന പേജിലുള്ള വ്യക്തിയുണ്ട്. തട്ടിപ്പാണല്ലേ? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇതുപോലൊരു സ്കാമിന്റെ ഭാഗമായ അമല ഷാജി എന്ന ഇൻഫ്ലുവൻസർക്കെതിരെ അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇവരെല്ലാവരും അമല ഷാജിക്കെതിരെ വീഡിയോ ചെയ്യുന്നതിനകത്ത് മുന്നിലുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യേണ്ട കാര്യമാണ്, ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതുപോലെ ഒരു തട്ടിപ്പ് സ്ഥിരമായിട്ട് നടത്തുന്ന ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് അത് ചില്ലറ ഉളുപ്പ് പോരാത്ത ഒരു സംഗതിയാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. വളരെ ഭീകരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിന് കൂട്ട് നിന്നിട്ട് ഈ നാടകം കളിക്കാനായിട്ട് ചില്ലറ നാണമൊന്നും പോരാ. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഐ എം റിയലി വെരി വെരി സോറി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഐ എം സോറി. സോറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ് കൊണ്ടോറടക്കാൻ. ഭയങ്കര സേഫ് ആണെന്നാണ് പുള്ളിക്കാര് പറയുന്നത്. 100% ട്രസ്റ്റഡ് ആൻഡ് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്. ഗോ ആൻഡ് DM ഹിം. ഗവൺമെന്റ് സാറ്റിസ്ഫൈഡോ? അത് പുതിയൊരു സർട്ടിഫിക്കേഷൻ ആണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. മലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.